അഞ്ചാക്കല്ലേ ആളർക്കണ്ട ആരുമില്ല കുറച്ച് തല പുറത്തിടല്ലേ ചേട്ടാ. ആളർക്കം മൂന്നാം കല്ല് ഉള്ളത് ഇറങ്ങട്ടാ. എല്ലാരും ഇങ്ങനെ ഒരുങ്ങി നിന്നാൽ എങ്ങനെയാ? എന്നെ ഒരു കൈ സഹായിച്ചൂടെ? അമ്മാളു നിന്നെ ദേ ആന്റി വിളിക്കുന്നു. എന്നെയല്ല, നിന്നെ വിളിച്ചേ. എന്തിനാ അജിതേ ഈ മടിയന്മാരെ വിളിക്കുന്നേ? കഴിഞ്ഞ പ്രാവശ്യം അവൻ ചെയ്തത് ഓർമ്മയില്ലേ? പായസത്തിൽ ഉപ്പിട്ട് വെച്ചു. അത് പിന്നെ പായസമാണെന്ന് എന്നോട് പറയണ്ടേ? ഞാൻ കരുതിയത് സാമ്പാറാണെന്നാ. അയ്യോ, എങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എല്ലാരും കൂടി ഇടപെട്ട് പായസം കൊളാക്കണ്ട, ഒരാളുണ്ടാക്കിയാ മതി. ബാക്കിയുള്ളവര് പോയി റെഡിയാവും, ബസ്സിപ്പ് വരും. ഞങ്ങളൊക്കെ എപ്പോഴേ റെഡി. ഞാൻ ഇന്നലെ റെഡി ആയി നിൽക്കുക. ഇവനിത് കോളാക്കും. ഇന്നെങ്കിലും ഒന്ന് കുളിച്ചൂടെ എന്റെ ബിച്ചു? അത് പറ്റില്ല. വെള്ളിയാഴ്ച കുളിച്ചാൽ എനിക്ക് പനി വരും. അപ്പൊ ശനിയാഴ്ചയോ? ശനിയാഴ്ച ചുമ വരും. ശരിക്കും പറഞ്ഞാൽ നിനക്ക് കുളിക്കാൻ പറ്റില്ല, അത്ര തന്നെ. അവനെ വെറുതെ നിർബന്ധിക്കേണ്ട അജിതേ. ശീലമില്ലാത്തത് ചെയ്ത അവന് പനി വരും. ശരിയാ, വെറുതെ സമയം പാഴാക്കണ്ട. ബസ് വരാൻ സമയമായി, എല്ലാരും റെഡിയായി. മുതലാളിനാ കുളിക്കണോ? അതാരാ? നീ എന്തിനാ കുളിക്കുന്നേ? ഞാൻ പോലും കുളിക്കുന്നില്ല. എല്ലാവരും റോട്ടിൽ നിന്ന് ഒതുങ്ങിന്നേ. സുഗുണ വീട് നോക്കിക്കോണേ, ഞങ്ങള് പോയിട്ട് വരാം. നീ എന്താ ബിച്ചു ഈ കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നേ? അത് കുഞ്ഞാവക്കുള്ള ബിസ്ക്കറ്റാ. കുഞ്ഞാവക്കല്ലേ പായസം ഉണ്ടാക്കിയിരിക്കുന്നേ, പിന്നെ എന്തിനാ ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നേ? ആ സുജാതക്ക് കൊടുക്കാം. സുജാതാജി വരുമ്പോഴൊക്കെ ബിസ്ക്കറ്റ് കൊണ്ടുവരാറുണ്ടല്ലോ, അതാ ഞാൻ കുഞ്ഞാവക്ക് ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നു. ബസ് വരുന്നുണ്ട് മാമാ, ബസ്. ഇതെന്താ ശ്രീഹരി ബസ് ലീവാണോ? അളർക്കം കേറിക്കോ. ചേട്ടാ 10ാം കല്ലിലേക്ക് പോവോ? പോകും. എല്ലാരും കേറിക്കോ, വേഗം കേറി. പോട്ടെ, കേറിട്ടാ, വേഗം കേറ്. പെട്ടി പ്രമാണൊക്കെ കേട്ടി, വേഗം കേറി ചേച്ചി. തിരക്ക് പിടിക്കല്ലേ ചേട്ടാ, ഇവിടെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. ഈ പായസത്തിന്റെ പാത്രമൊക്കെ ഒന്ന് കേട്ടിട്ടെ. എല്ലാരും കേറിയോ? വണ്ടി വിട്ടോട്ടെ. ഡ്രൈവറെ വിട്ടോ. സുഗുണ, കോഴിക്ക് തീറ്റ കൊടുക്കണേ. ആടിന് നോക്കിക്കോളേ. സുഗുണ, വീടും പറമ്പ് സൂക്ഷിച്ചോളണേ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മുതലാളി, ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എടാ വീട്ടിൽ പാർക്കറേ, നിന്നോട് കോഴിക്ക് തീറ്റ കൊടുക്കാൻ മുതലാളി പറഞ്ഞു. അവൻ എന്നാ കോഴികളെ പട്ടിണിക്ക് ഇടും. അവൻ കോഴിക്ക് തീറ്റ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ മാമൻ അവിടെ നിന്നൂടായിരുന്നു. അത് പിന്നെ ഞാനും കൊടുക്കില്ല. ഇങ്ങനെ പോയാൽ ഉച്ചയാകുന്ന തോന്നുന്നേ. ചവിട്ടി വിടണോ ഡ്രൈവറെ? തനിക്കെന്താ ചവിട്ടാ പയ്യേ? മാറി, ഞാൻ ചവിട്ടാ. എടാ മരംകൊത്തി ശുനി, എന്നോട് നമ്മൾ കുറെ നേരായി പയ്യണത് ബസ് പതുക്കെ വിട്. അനക്കെന്താ പ്രാന്താണാ? ഇത് പോയി എവിടെയെങ്കിലും ഇരിക്കും, ഞമ്മക്കെന്റെ നടി പോകും. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിട്ട് റോഡാണെങ്കിൽ ഇല്ല. ഒന്നോ നടി പോയി. പതുക്കെ പോ ശുനി. എന്താ ബസ്സുമ്മ കൊണ്ട് ഇരിപ്പിക്കാൻ നോക്കണ? പതുക്കെ പോടാ പയ്യ. മാമ, സർവീസുകാര് തോട്ടിയിടാൻ വരുന്നുണ്ട്. അവിടുത്തെ നമ്മളെ ബസ്സിനെ മാറി കിടന്നു. വേഗം വീട് ഡ്രൈവർ ചേട്ടാ. ആ ബസ് നമ്മളെ വെട്ടിച്ചു. ഓടടിച്ച് വീടൊക്കെ ഇട്ട്. മോനെ, പതുക്കെ പോയാ മതി. ഈ റോഡ് അത്ര ശരിയല്ല. അവൻ പൊക്കോട്ടെ, അവൻ തിരക്കുള്ളവനാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നമ്മളെ വെട്ടിച്ചിട്ട് പോയതല്ലേ. ചവിട്ടി വീട് ചേട്ടാ, ഓടടിച്ച് കേറ്റി വീട്. അവര് പിന്നെയും കേറി പോകുന്നു. പതുക്കെ പോയാ മതി, അവര് പൊക്കോട്ടെ. അത് പറ്റില്ല, ഒരു വീട് വിളിച്ചു നോക്ക്, നമുക്ക് വെട്ടിക്കാൻ പറ്റൂന്നേ. ചവിട്ടി വീട് ചേട്ടാ. അയ്യോ, അവന്മാര് നമ്മളെ വെട്ടിച്ചു. ഈ ബസ്സിന് ഒരു സ്പീഡും ഇല്ല. പോണ പോക്ക് കണ്ടില്ലേ? FM സർവീസ് എന്തൊരു സ്പീഡാ! റോക്കറ്റ് പോലെയല്ലേ പോകുന്നത്. അയ്യോ, നമ്മള് ബസ് മയ്യാൻ പോണേ. അയ്യോ,
നമ്മളെ ബസ് മറിഞ്ഞല്ല പറ്റോനെ. അടാ നമുക്ക് സുനി എന്നോട് നമ്മൾ എത്ര നേരമായി പറയണം ബസ് മറിയും അവർക്ക് പക്ക പോകാൻ പറ്റാതെ ഇപ്പൊ എട്ടായിക്കണി. ഈ ചക്ര തിരിയല്ലാണ്ട് ബസ് മുന്നോട്ട് പോയിട്ടില്ല. അടാ പറ്റോനെ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ബെർക്കിനല്ലടാ ഞാൻ മരംകൊത്തി സുനിന്ന് വിളിക്കണത്. ഒരു ബസ് കൊണ്ട് മറ്റിട്ടപ്പോ എനിക്ക് സമാധാനമായില്ല. ഇതിങ്ങനെ സാത്താക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് വല്ല വണ്ടിയും വെച്ച് വലിപ്പിക്കണം. അവന്മാരെന്തൊരു പോക്കാ മാമ പോയത്. പൊടി പോലും കാണുന്നില്ല. നോക്കിയേ, പൊടി മാത്രമല്ല മുഴുവനും ഉണ്ട്. അവരെ ബസ്സിനെ മറിഞ്ഞു പോക്കേൾക്ക്. നിർത്ത്. എടോ ബസ് നിർത്തണോ കണ്ടക്ടറെ? നോക്കിയേ, ആ FM സർവീസുകാര് മറിഞ്ഞു കിടക്കുന്നു. നമുക്ക് പോയി രക്ഷപ്പെടുത്താം. ആ ബസ്സുകാര് നിർത്തി പറ്റോനെ. എടാ കബൂരെ, നമ്മൾ പോയിട്ട് ആ ബസ്സുകാരോട് ഹെൽപ്പ് ചോദിച്ചിട്ട് വരാം. ആ ബിച്ചു ഇല്ലായിരുന്ന മോനെ, കബൂറാക്കണേ. നമ്മുടെ ബസ് ആ തോട്ടിലേക്ക് മരിഞ്ഞിരിക്കുകയാണ്. ഇജ്ജ് വന്നിട്ട് നമ്മളെ ബസ് ഒന്ന് വലിച്ചു കയറ്റി തരണം. ഗോപ, ഇജ്ജ് ഡ്രൈവറിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കിനി. ആ ശരി, നിന്ന് കരയണ്ട. നിങ്ങൾ എന്ത് പാച്ചിലാ പാഞ്ഞത്? പിന്നെ എങ്ങനെയാ ബസ് പറയാതെ? എടോ ഡ്രൈവറെ, വണ്ടി പിന്നോട്ടെടുക്ക്. നമുക്ക് ഇവരെ ഒന്ന് സഹായിച്ചിട്ട് പോകാം. മോനെ ബിച്ചു, നീ ഒന്ന് കേറിയിട്ട് പറ. ഡ്രൈവർ ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഇതിന്റെ മൂട്ടിലേക്ക് പോരട്ടെ. പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഈ ബസിന്റെ മൂട്ടിലേക്ക് പോരട്ടെ. മതി. സ്റ്റോപ്പ്. ഇപ്പൊ തന്നെ ഞാൻ ജാമായനെ. നിർത്ത്. കാതർക്ക, അവിടെ വല്ല കമ്പി ഉണ്ടോന്ന് നോക്കി. നമുക്ക് ഈ ബസ് കെട്ടി വലിക്കണ്ടേ? ഇത് മതി. വലിച്ചോ, ആഞ്ഞു വലിച്ചോ, പുറകിലേക്ക് വലിച്ചോ. എടോ സുനി, താനും സ്റ്റാർട്ടാക്കിട്ടോ. ബസ് ഇപ്പൊ പുറകിലേക്ക് വരും. ഓ, വലി. വരുന്നുണ്ട്. എടോ സുനി, ഗിയറിന്ന് മാറ്റി. ഓ ശരി, മതി, നിർത്തിക്കോ. ഓ, വണ്ടി കുഴിന്ന് പോന്നു. ഇനി സ്റ്റാർട്ടാക്കിക്കോ. ഞാൻ ഈ കമ്പി ഒരു തരാം. പൊക്കോ. കാതർക്ക, ബസ്സിൽ കയറിക്കോ. വണ്ടിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാരും ഓക്കെ. വളരെ ഉപകാരം മോനെ. പറ്റോ കാത്ത്. നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആകെ ഇടങ്ങേറായി പോയാനെ. ശരി. ഇനിയെങ്കിലും ആ ഡ്രൈവറോട് പതുക്കെ വണ്ടി ഓടിക്കാൻ പറ. കേട്ടാരാ ശുനി? അനക്ക് സമാധാനമായ ബാക്കിയുള്ളവന്റെ ബായിരിക്കും നമ്മൾ കേട്ടപ്പ. പതുക്കെ പൊക്കോ. നമ്മൾ പറയുന്ന പോലെ ഒറ്റോളണം കേട്ടാ. എവിടെ അവന്റെ പോക്ക് കണ്ടിട്ട് അവൻ നന്നാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അവൻ ഭയങ്കര സ്പീഡിൽ തന്നെയാ പോകുന്നത്. നമ്മളെക്കും അധികം സ്പീഡൊന്നും വേണ്ട കേട്ടോ. അതേപോലെ വരയാൻ ചാൻസ് ഉണ്ട്. മാമ, പിന്നെ വരുന്നു. ഏഴാകല്ല് അളർകണ്ട. എടോ ഡ്രൈവറെ, വേഗം ചവിട്ടി വിടുന്നു. തനിക്ക് എന്താ സ്പീഡിൽ പോകാൻ എത്ര പേടി? ഈപന്മാരും നന്നാവുന്നു ഞമ്മക്ക് തോന്നണില്ല. കുഴിയിൽ കിട്ടാൻ മതിയായിരുന്നു. നോക്കിയേ വെച്ചു, അവന്മാരുടെ പാട് കണ്ടില്ലേ? ഇപ്പോഴും നമ്മളെ റേസ് ചെയ്ത് തോപ്പിക്കാൻ വന്നേക്കുവാ. ആ കുഴിന്ന് രക്ഷിച്ചതാ വിനയായത്. ആ കുഴിയിലേക്ക് തന്നെ മറിച്ചിട്ടാ മതിയായിരുന്നു. ഒരു സർവീസുകാർ വന്നേക്കുന്നു. ഹോൺ അടിച്ച് കയറ്റി വീട് ഡ്രൈവർ ചേട്ടാ. ആ ബസ്സിനെ വെട്ടിക്കണം.